ഇന്നത്തെ റെസിപ്പി തന്തൂരി റൊട്ടിയാണ്. നോൺ സ്റ്റിക്ക് പാനിലാണ് നമ്മളൊരു റൊട്ടി തയ്യാറാക്കുന്നത്. ആട്ട വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇതിനു വേണ്ടി 2.5 കപ്പ് ആട്ട വേണം. ഒരു ബൗളിലേക്ക് നമുക്ക് ആദ്യം 2.5 കപ്പ് ആട്ട ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 ടീസ്പൂൺ പഞ്ചസാര, ആവശ്യത്തിന് ഉപ്പ്. ഇത്രയും ചേർത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറിലും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തതായി ഇതിലേക്ക് ചേർക്കുന്നത് തൈരാണ്. ഞാനിവിടെ 1/2 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. ഈ തൈര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തൈര് ഈ ആട്ടയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ കൈകൊണ്ട് തൈര് നന്നായിട്ട് ഈ ഒരു ആട്ടയിലേക്ക് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കണം. ചെറിയ ചൂടുവെള്ളമാണ് എടുത്തിട്ടുള്ളത്. ആവശ്യത്തിന് വെള്ളം ചേർത്ത് കുഴച്ചെടുക്കാം. പകുതി ഒന്ന് കുഴച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കണം. 1 ടേബിൾ സ്പൂൺ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു ഓയിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഒരു ഓയിൽ ചേർത്തതിന് ശേഷം നന്നായിട്ട് കൈകൊണ്ട് നമുക്ക് കുഴച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു മാവ് നന്നായിട്ട് സോഫ്റ്റായി വരുന്നത് വരെ കുഴച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ മാവ് നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു കുഴച്ച മാവിൻ്റെ മുകളിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ കൂടി ചേർത്ത് കൊടുക്കാം. ഈ ഒരു ഓയിൽ ചേർത്തതിന് ശേഷം നമുക്കിതിനെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഞാനിവിടെ മാവ് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. മാവ് കുറച്ചുകൂടി സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ പരത്തിയെടുക്കണം. ആദ്യം ഈ ഒരു മാവ് ഒന്നുകൂടി കുഴച്ചെടുക്കാം. ചെറുതായി ഒന്ന് കുഴച്ചതിന് ശേഷം നമുക്കിതിനെ ബോൾസാക്കി എടുക്കാം. നമ്മൾ ചപ്പാത്തിക്ക് എടുക്കുന്നതിനേക്കാൾ കുറച്ചധികം മാവ് എടുക്കണം. ഇതുപോലെ നമുക്ക് ബോളാക്കി എടുത്തതിന് ശേഷം പൊടി ചേർത്ത് പരത്തിയെടുക്കാം. നമ്മൾ ചപ്പാത്തിക്കെല്ലാം പരത്തുന്നതിനേക്കാൾ കുറച്ചുകൂടി തിക്നെസ്സിൽ വേണം ഇത് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ പരത്തിയെടുത്ത മാവിൻ്റെ മുകളിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. ഇതുപോലെ മാവിൻ്റെ മുകളിൽ നന്നായിട്ട് വെള്ളം തടവി കൊടുക്കാം. ഇനി ഒരു നോൺ സ്റ്റിക്ക് പാൻ വെച്ച് പാൻ ചൂടായി വരുന്ന സമയത്ത് ഈ ഒരു ഭാഗം അടിയിൽ വരുന്ന വിധത്തിൽ പാനിലേക്ക് ഇട്ട് കൊടുക്കുക. പാൻ നന്നായി ചൂടായതിന് ശേഷം വേണം ഇത് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ഇട്ടതിന് ശേഷം ഇതിൻ്റെ സൈഡെല്ലാം വിരൽ വെച്ച് പാനിലേക്ക് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ പ്രസ് ചെയ്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ചുട്ടെടുക്കുക. അടിഭാഗം ഒന്ന് കളറ് മാറി വരുന്ന സമയത്ത് നമുക്കിതിനെ തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുത്ത് ഇത് നന്നായിട്ട് പൊങ്ങി ചെറുതായി ഒന്ന് കളറ് മാറി വരുന്ന സമയത്ത് നമുക്കിത് പാനിൽ നിന്ന് മാറ്റാം. ഇനി ഒരു പാൻ മാറ്റിയതിന് ശേഷം ഈ റൊട്ടി നമുക്ക് തീയിലൊന്ന് കാണിച്ച് ചുട്ടെടുക്കണം. ഇതുപോലെ ചെറിയ തീയിലൊന്ന് 2 ഭാഗവും ചുട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ റൊട്ടി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചൂടോടുകൂടി തന്നെ ബട്ടർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചൂടോടുകൂടി ബട്ടർ തേച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള തന്തൂരി റൊട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. തീർച്ചയായും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാം.